സുനിഷയുടെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല കണ്ടു, അതോടൊപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ കണ്ടു. പൊങ്കാല നാളെയാണ്. അതോടൊപ്പം തന്നെ ചോറ്റാനിക്കര മകം കണ്ടു. അതോടൊപ്പം തന്നെ ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് കൂടി പോകണ്ടേ? പൂരത്തിന് തുടക്കമായി കഴിഞ്ഞു. പൂരത്തിലെ പ്രധാന ആകർഷണമായ കുതിരക്കള്ളിയാണ് ഇപ്പോൾ നടക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന് 16 കുതിരകളാണ് പൂരത്തിന് എത്തിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ കാട്ടിത്തരും ചിനക്കത്തൂർ പൂരത്തിന്റെ വിശേഷങ്ങൾ. വളവനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പൂരമായിട്ടുള്ള ചിനക്കത്തൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമായിട്ടുള്ള കുതിരക്കളിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് കിഴക്ക് ദേശത്തിനെയും പടിഞ്ഞാറ് ദേശത്തിൽ നിന്നുമായി 16ഓളം കുതിരകൾ ചിനക്കത്തൂർ കാവിന്റെ ഈ തിരുമുറ്റത്തേക്ക് വന്നത്. ഇപ്പോൾ ദേവിയെല്ലാം തൊഴുത് വഴങ്ങിയതിനു ശേഷം ഇപ്പോൾ കുതിരക്കളി ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓരോ ദേശത്തുകാരും അവരുടെ ഓരോ കുതിരകളെ കൊണ്ടുവന്ന് ഈ തിരുസന്നിധിയിൽ വെച്ച് മുകളിലേക്ക് ഉയർത്തി എറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുതിരക്കളി നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഇതിന് ശേഷമാണ് ചിനക്കത്തൂർ പൂരത്തിന് മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും നടക്കുക. നമ്മൾ പാലക്കാട് ഏതൊരു പൂരത്തിന് പോയാലും ആ പൂര പറമ്പുകളിൽ നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മണികണ്ഠൻ, വള്ളുവനാട്ടിലെ പ്രധാന പൂരമായ ചിനക്കത്തൂർ പൂരത്തിലെ ആവേശകരമായാണ് കുതിരകളി എന്നുള്ളത്. 8-16 കുതിരകളാണ് കുതിരകളിൽ അണിനിരക്കുന്നത്. കൃത്യമായ സ്ഥാനങ്ങളെല്ലാം നിർണ്ണയിച്ചിട്ട് കൃത്യമായി പരിശീലനം ലഭിച്ച ആളുകളാണ് ഓരോ ദേശത്തിനു വേണ്ടി കുതിരകളിൽ അണിനിരക്കുന്നത്. 1 മണിക്കൂറോളം ഈ കുതിരകളി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ തേരും തട്ടിമേൽക്കുത്തും ക്ഷേത്രത്തിലേക്ക് എത്തി പ്രദക്ഷിണം ചെയ്ത് മടങ്ങും. അത് കഴിഞ്ഞ് മറ്റൊരു കാഴ്ച ആനപ്പൂരമാണ്. 2 പടിഞ്ഞാറൻ ചേരിയും കിഴക്കൻ ചേരിയിൽ നിന്നായി ഏകദേശം 27 ആനകൾ അണിനിരക്കും. ഈ 27 ആനകൾ കൃത്യമായി ഓരോ ദേശത്തിൻ്റെയും ആവേശത്തോടു കൂടിയുള്ള എണ്ണം പറഞ്ഞ കരിവീരങ്ങളെ ഇവിടെ അണിനിരത്തുന്നതാണ് ഏറ്റവും വലിയ കൂട്ടിയെഴുന്നള്ളത്ത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ? ഈ വർഷം പകൽപൂരത്തിൽ കൂട്ടിയെഴുന്നള്ളത്ത് ചിനക്കത്തൂരിൽ നടത്തുന്നു എന്നുള്ളൊരു ആവേശമാണ്. വള്ളുവനാട് തന്നെ പ്രധാന പൂരക്കാഴ്ച കാണാൻ ഒരുപാട് പേർ ഈ ചിനക്കത്തൂർ പൂരം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. 27 ആനകൾ ക്ഷേത്ര മുറ്റത്തിലേക്ക് 27 ഒന്നിച്ചണിനിരക്കുന്ന ഒരു പകൽപൂര കാഴ്ച ഈ വർഷത്തെ ചിനക്കത്തൂരിന്റെ പ്രത്യേകതയാണ്. വെടിക്കെട്ടോടു കൂടിയാണ് പകൽപൂരം അവസാനിക്കാൻ. 3 വെടിക്കെട്ടാണ് ഈ പൂരം ദിവസം 3 വെടിക്കെട്ടാണ് ഉള്ളത്. ആദ്യം നമുക്ക് 7 ദേശ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ പടിഞ്ഞാറൻ ചേരിയുടെയും ഒപ്പം തന്നെ തെക്കുമംഗലം കമ്മിറ്റിയുടെയും അങ്ങനെ 3 വെടിക്കെട്ടുകൾ രാത്രിയോടുകൂടി 7, 8, 8:30 മണിയോടുകൂടി 3 വെടിക്കെട്ടുകൾ പൊട്ടിക്കും. പിന്നെ ദേശപൂര കാഴ്ചകൾ ഏകദേശം 60ഓളം സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കമ്മിറ്റികളുടെയൊക്കെ നമുക്കറിയാം ചിങ്കാരിമേളങ്ങളുണ്ട്, തമ്പോരങ്ങളുണ്ട്, മറ്റു പൂക്കാവടികളുണ്ട്. അങ്ങനെ 60ഓളം കമ്മിറ്റികളുടെ കാഴ്ചകൾ ഏകദേശം രാത്രി 11 മണി വരെ ഈ ക്ഷേത്രത്തിലെത്തി മടങ്ങുമെന്നുള്ളത് പൂരത്തിന്റെ മറ്റൊരു ആവേശകരമായ കാഴ്ചയാണ്. ഏതായാലും ചിനക്കത്തൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കുതിരക്കളി അത് ആരംഭിച്ചിരിക്കുന്നു. ഇനി കുതിരക്കളിക്ക് ശേഷം ഇനി അടുത്തത് വരുന്നത് തേരാണ്. ആ തേരിന് ശേഷം പിന്നീട് തട്ടിമേൽ കൂത്ത് വരും. അതിനുശേഷമാണ് പിന്നീട് ഗജവീരന്മാരെ എഴുന്നള്ളി ഈ ചിനക്കത്തൂർ കാവിലേക്ക് എത്തുക. അതിനുശേഷം പിന്നീട് വെടിക്കെട്ടോടു കൂടിയാണ് ഈ പകൽ പൂരത്തിന് അവസാനമാവുക. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ, പാലക്കാട്.